ദൈവജനമേ, ദാനിയേൽ 8-ാം അധ്യായത്തിലെ ദർശനം പ്രവചനങ്ങളുടെ നിഗൂഢമായ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഏലാം പ്രവിശ്യയിലെ ഊലായ് നദിക്കരയിൽ വെച്ചാണ് ദാനിയേലിന് ഈ ദർശനം ലഭിക്കുന്നത്. 2 കൊമ്പുള്ള ഒരാടും അതിനെ ആക്രമിക്കുന്ന ഒരു കോലാടുമാണ് പ്രധാനമായും ദാനിയേൽ കാണുന്നത്. ഈ ദർശനം പേർഷ്യൻ, ഗ്രീക്ക് സാമ്രാജ്യങ്ങളുടെ ഉദയത്തെയും പതനത്തെയും കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കോലാടിൻ്റെ പ്രധാന കൊമ്പ് ഒടിഞ്ഞു പോകുന്നതും പകരം 4 കൊമ്പുകൾ മുളയ്ക്കുന്നതും അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷമുള്ള സാമ്രാജ്യത്തിൻ്റെ വിഭജനത്തെ പ്രതീകപ്പെടുത്തുന്നു. ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്നുള്ള ഉറച്ച ബോധ്യമാണ് ഈ അധ്യായം നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, ഈ ദർശനത്തിൻ്റെ ആഴമായ പ്രതിഫലനം തിന്മയുടെ ശക്തികളുടെ ഹ്രസ്വകാല വിജയത്തെക്കുറിച്ചാണ്. ചെറിയ കൊമ്പ് വളർന്ന് ആകാശ സൈന്യത്തോളം വലുതാവുകയും ചില നക്ഷത്രങ്ങളെ നിലത്ത് വീഴ്ത്തുകയും ചെയ്യുന്നതായി ദാനിയേൽ കണ്ടു. ഇത് നാം വെളിപാട് പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. ഈ ഒരു അടയാളം യഹൂദ മതത്തെ അടിച്ചമർത്തുകയും ദേവാലയം അശുദ്ധമാക്കുകയും ചെയ്ത അന്ത്യോക്കസ് 4-ാമൻ എപ്പിഫാനസിനെയാണ് ചരിത്രപരമായി സൂചിപ്പിക്കുന്നത്. ഇത് ഹിസ്റ്ററിയാണ്. അവൻ നിത്യ ഹോമബലി നിരോധിക്കുകയും ദേവാലയത്തെ തകർക്കുകയും ചെയ്തു എന്ന് 11-ാം വാക്യത്തിൽ ഈ 8-ാം അധ്യായത്തിൽ നാം കാണുന്നു. വിശുദ്ധരുടെ സഹനവും തിന്മയുടെ ശക്തികളുടെ ഹ്രസ്വകാല ആധിപത്യവും ഈ ദർശനത്തിൽ വ്യക്തമായി കാണാം. എന്നാൽ ഈ അടിച്ചമർത്തലുകൾക്കെല്ലാം ഒരു സമയപരിധിയുണ്ടെന്ന് ദാനിയേലിനോട് വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിതത്തിലെ സഹനങ്ങളെ സഭ എപ്പോഴും വളരെ ഗൗരവമായി കാണുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിച്ചതുപോലെ ഈ ലോകത്തിലെ ക്ലേശങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാനുള്ള ഉപാധികളാണ്. അന്ത്യോക്കസിനെ പോലുള്ളവർ ദൈവജനത്തെ പീഡിപ്പിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ അന്തിമ വിധിയെ തടയുന്നില്ല. തിന്മ താൽക്കാലികമായി വിജയിച്ചേക്കാം, എന്നാൽ അവസാനം ദൈവം നീതി നടപ്പാക്കും. ഈ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചാണ്. ചരിത്രത്തിലെ എല്ലാ സംഭവങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിനാൽ പീഡനങ്ങളുടെ നടുവിലും പ്രത്യാശ കൈവടിയാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പീഡനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളുടെ കർത്താവ് പീഡനങ്ങൾ സഹിച്ചു. നാം കർത്താവിനെ പിൻചെല്ലുന്നവരാണെങ്കിൽ നമുക്കും ആ പീഡനങ്ങൾ ഉണ്ടാവും. എന്നാൽ നാം ആകുലപ്പെടരുത് എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രധാന പാഠങ്ങൾ നിരവധിയാണ്. ഒന്നാമതായി, ലോകശക്തികൾ എത്ര വലുതായാലും ദൈവമാണ് അന്തിമമായി ഭരണം നടത്തുന്നത്. രണ്ടാമതായി, തിന്മയുടെ ആധിപത്യത്തിന് ഒരു നിശ്ചിത സമയപരിധിയുണ്ട്. മൂന്നാമതായി, നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സഹനങ്ങളെ ക്ഷമയോടെ നേരിടുകയും വേണം. ദാനിയേലിൻ്റെ കാലത്തെ പോലെ ഇന്നും തിരുസഭ പീഡനങ്ങൾ നേരിടുന്നു. ഈ പീഡനങ്ങളിൽ തളരാതെ, ആ സഭയുടെ ഭാഗമായിട്ടുള്ള നമുക്കുള്ള പീഡനങ്ങൾ തന്നെയാണ് സഭയുടെ പീഡനങ്ങളും. ഈ പീഡനങ്ങളിൽ തളരാതെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം നാം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥനയിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ, ഉപവാസത്തിലൂടെ നമ്മൾ കൂദാശകൾ സ്വീകരിക്കുന്നത് വഴിയായി ഈ ആശ്രയം വർദ്ധിപ്പിക്കണം. വിശുദ്ധ തോമസ് അക്വീനാസ് പറഞ്ഞതുപോലെ, ദൈവം തിന്മയെ അനുവദിക്കുന്നത് അതിൽ നിന്ന് വലിയ നന്മ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. സാത്താനെ ഈ നിമിഷവും ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുവോളം, ആ അന്ത്യ നിമിഷം വരെ ദൈവം സാത്താനെ ഉപയോഗിക്കുകയാണ് ദൈവത്തിൻ്റെ മക്കളെ നവീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ. ദാനിയേലിൻ്റെ ഈ ദർശനം പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറിയ കൊമ്പ് ക്രിസ്തു വിരുദ്ധൻ്റെ, ആൻറ്റി ക്രൈസ്റ്റ്, ഒരു പ്രതീകമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു അന്ത്യകാലത്തെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ പ്രവൃത്തികൾ, അതായത് ദേവാലയത്തെ അശുദ്ധമാക്കുന്നത്, വിനാശകരമായ മ്ലേച്ഛതയെക്കുറിച്ചുള്ള കർത്താവായ യേശുവിൻ്റെ പ്രവചനവുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. മത്തായി 24:15 നാം അത് വായിക്കുകയും ചെയ്യുന്നു. ഈ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് അന്ത്യകാലത്ത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം. അന്ത്യകാലത്ത് വിശ്വാസികൾ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ്. എന്നാൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായി 24:13. ഈ ദർശനം ദൈവജനമേ, ദൈവകൽപ്പനയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അനുസരണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിൽ പറയുന്നു, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. നാം, നിങ്ങളും ഞാനും
അനുസരിക്കാൻ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറാണോ? അന്ത്യോക്കസ് എപ്പിഫാനസ് ദൈവകൽപ്പനകളെ ലംഘിക്കുകയും ജനങ്ങളെ അവ ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധി പാലിക്കുക എന്ന കൽപ്പന ഇവിടെ വളരെ പ്രധാനമാണ്. ദേവാലയം അശുദ്ധമാക്കപ്പെട്ടത് വിശുദ്ധിയുടെ ലംഘനവും. നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നിരിക്കെ നമ്മുടെ ശരീരവും മനസ്സും വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് 10 കൽപ്പനകളുടെ അന്തസത്തയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന പ്രഥമ കൽപ്പന പാലിക്കാൻ ഇതുപോലുള്ള പീഡനകാലങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധിക്കണം. തല വെട്ടുന്ന സമയം ആഗതമായെങ്കിൽ കൂടെ കർത്താവേ, ഇതാ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പക്കൽ സന്തോഷത്തോടെ ചെല്ലാൻ നിങ്ങളും ഞാനും തയ്യാറായിരിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. അതുകൊണ്ട് ദൈവജന്മയെ ഭയപ്പെടേണ്ട. മാനസാന്തരപ്പെടാനും പ്രാർത്ഥിക്കുവാനും ഇതാ വീണ്ടും ദൈവം ഒരു ദിവസം നമുക്ക് തന്നിരിക്കുന്നു. സമയം ഇനിയും ഇല്ല. ദാനിയേൽ പ്രവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദിവസം അടുത്തിരിക്കുന്നു എന്നാണ്. നാം വിശുദ്ധ ജീവിതം നയിക്കുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ ചെറുത്ത് വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ 2ാം വരവിനായി ഒരുങ്ങിയിരിക്കാം. പാപങ്ങളേറ്റു പറഞ്ഞ് അനുരഞ്ജനത്തിൻ്റെ കൂദാശ സ്വീകരിക്കാം. വിശുദ്ധരായിരിക്കുവീൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ് എന്ന് ലേവ്യ 11:44 കർത്താവ് പറയുന്ന ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ബി ഹോളി ആസ് ഐ ആം ഈസ് ദ കോൾ ടു യു ആൻഡ് ഐ. ഗാഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദാനിയേലിൻ്റെ വിശ്വാസത്തിലും കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിലും അടിയങ്ങളെ നയിക്കണമേ. ദിവസേന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവിടുത്തെ ന്യായ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ. അപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിപ്പാൻ കൃപ തരണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.